നമസ്കാരം. തൃശൂർ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി രൂപ AGM ആയിരുന്ന ധന്യ മോഹൻ തട്ടിയെടുത്തത് ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയാണെന്ന് പോലീസ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 6 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം നിക്ഷേപിച്ചാൽ 5 ലക്ഷം രൂപ വരെ ലോണെടുക്കാം എന്നതായിരുന്നു സ്കീം. ഒരു തവണ ധനകാര്യ സ്ഥാപനത്തിൽ പോകുന്ന ഇടപാടുകാരന് വീട്ടിൽ ഇരുന്ന് ലോൺ എടുക്കാവുന്ന സൗകര്യത്തിലാണ് ധന്യ തട്ടിപ്പ് നടത്തിയത്. ധന്യ 6 ലക്ഷത്തിൻ്റെ സ്വർണം ഇവിടെ നിക്ഷേപിച്ചിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ ചെറിയ തുകകൾ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് ഇവർ മാറ്റിയത്. 25,000 മുതൽ 1 ലക്ഷം വരെയാണ് തൻ്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഇവർ മാറ്റിയത്. ധന്യ മോഹനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ കോടതി പരിഗണിക്കും. ധന്യയുടെ ഭർത്താവിൻ്റെ NRI അക്കൗണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ AGM ആയിരുന്ന ധന്യ മോഹൻ 80 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ 19.94 കോടി തട്ടി എന്ന കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നത്. 2 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന സർക്കുലറിൽ ഉള്ളതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ധന്യ പണം കടത്തിയ വഴി തേടിയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ധന്യയുടെയും ബന്ധുക്കളുടെയും 4 വർഷത്തെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ധന്യയ്ക്ക് മാത്രം 5 ബാങ്ക് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷവും ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷവും കടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വലപ്പാട്ടെ വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസം. ധന്യ മോഹൻ ഓഹരി വിപണിയിൽ വൻ തുകയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന അക്കൗണ്ട് വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് സൂചന ലഭിച്ചു. ഓൺലൈൻ റമ്മി കളിക്കാൻ 2 കോടിയോളം രൂപ ചെലവാക്കിയെന്ന് നേരത്തെ കണ്ടെത്തിയെങ്കിലും ഇതുവഴി പലപ്പോഴായി വരുമാനവും ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ധന്യയെ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ചില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്കും വൻതോതിൽ പണം കൈമാറി എന്ന വിവരം ഉള്ളതിനാൽ ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ്. ഭർത്താവിൻ്റെ NRI അക്കൗണ്ടിലൂടെ കുഴൽപ്പണ സംഘത്തിലേക്ക് പണം എത്തിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ധന്യയുടെ ഭർത്താവിനു വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ഏതാനും ദിവസം മുൻപ് മൈക്രോസോഫ്റ്റ് ലോകവ്യാപകമായി തകരാറിലായപ്പോൾ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ധന്യ അനധികൃതമായി നടത്തിയ ഒരു പണമിടപാടിൻ്റെ വിവരം മണിക്കൂറുകൾക്ക് ശേഷം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് തട്ടിപ്പുകൾ പുറത്തുവരാൻ ഇടയാക്കിയത് എന്ന് സംശയിക്കുന്നു. 8 അക്കൗണ്ടുകൾ വഴി 8,000 ഇടപാടുകളിലൂടെ 20 കോടിയോളം രൂപ ധന്യ തട്ടിച്ചു എന്നാണ് വിവരം. ഇതിൽ 5 അക്കൗണ്ടുകൾ ധന്യയുടെ പേരിൽ ഉള്ളതാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിക്ക് കമ്പനി വിശദ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ സാമ്പത്തിക തട്ടിപ്പായതുകൊണ്ട് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താനുള്ള സാധ്യതയും നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പല രീതിയിൽ തട്ടിച്ച് 20 കോടിയോളം രൂപയാണ് ധന്യ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. പല ഇടപാടുകളിലൂടെ പല തരത്തിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു ധന്യ വർഷങ്ങളായിട്ട്. പക്ഷേ അതൊന്നും വ്യക്തമായി കമ്പനിയുടെ ഓഡിറ്റിങ്ങിലോ മറ്റു കാര്യങ്ങളിലോ അറിഞ്ഞില്ല എന്നതും ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുകയാണ്.